BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കും സജി ചെറിയാൻ. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിനെ മാറ്റിയത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നല്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ചെയർമാന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ കണ്ടെത്തിയത്. സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ കൈകടത്താറില്ലെന്നും മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല നിർവഹിച്ചിരുന്ന പ്രേംകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലെ ആശങ്കകൾ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ പോലെ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വത്തിന് ഇത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടായ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ ആഗ്രഹിക്കുകയാണെന്ന മുഖവുരയോടെയാണ് വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമം നടക്കാത്ത ഭജനയുടെ പേരിൽ വ്യാജ ബിൽ, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കണക്കിലും അവ്യക്തത, മലക്കം മറിഞ്ഞ് ദേവസ്വം മന്ത്രി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമവും സംസ്ഥാന സർക്കാരിന് കടുത്ത തലവേദനയായി മാറുകയാണ്. സെപ്റ്റംബറിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ 10 കോടിയോളം ചെലവായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പമ്പയിലെ പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തുന്നവർക്കായി മൂന്നാറിലും കുമരകത്തും മറ്റുമായാണ് താമസ സൌകര്യം ഏർപ്പെടുത്തിയിരുന്നത്. സംഗമത്തിൽ പങ്കെടുക്കുവാനായി ആളുകളെ എത്തിക്കുന്നതിനായി 37 ലക്ഷം രൂപ ടാക്സി ഇനത്തിൽ ചെലവായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പരിപാടി നടക്കുന്നതിന്റെ തലേദിവസം 3000 പേർ ആഹാരം കഴിച്ചു എന്നതുൾപ്പെടെ നിരവധി രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണം. കള്ളൻ കപ്പലിൽ തന്നെ, പ്രതി ക്യാമ്പിലുള്ള ആളാണെന്ന് സൂചന. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ പ്രതി സൈനിക ക്യാമ്പിലുള്ള ആളെന്ന് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു. തെളിവ് ശേഖരണം പൂർത്തിയായാൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുവാനാണ് പൂജപ്പുര പോലീസിന്റെ നീക്കം. അതീവ സുരക്ഷയുള്ള പാങ്ങോട് കരസേനാ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ മൂല്യമുള്ള 2 ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. ഓഫീസേഴ്സ് മെസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിക്കും വ്യാഴാഴ്ച പുലർച്ചയ്ക്കും മധ്യയാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രി മെസ്സിൽ നടന്ന DJ പാർട്ടിയുടെ മറവിലാണ് മോഷണം നടന്നതെന്ന നിഗമനത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് വഴിത്തിരിവ്. ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് റീയുണൈറ്റിംഗ്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയോട്ട് BTS വീഡിയോ പുറത്ത്. മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രമായിരുന്ന പാട്രിയോട്ടിന്റെ ആദ്യത്തെ BTS വീഡിയോ പുറത്ത്. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ശ്രീലങ്കൻ ഷെഡ്യൂളിൽ നിന്നുള്ള BTS മേക്കിംഗ് വീഡിയോ ആണ് പുറത്തുവിട്ടത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ഷെഡ്യൂളിൽ ഭാഗമായിരുന്നു. ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. 2026 ഏപ്രിൽ 23-ന് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം നയൻതാര, രാജീവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. SIR സമയപരിധി അപ്രായോഗികം. വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി ഒഴിവാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് MA ബേബി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. SIR ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്, വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി ഒഴിവാക്കുന്നുവെന്നും സമയപരിധി അപ്രായോഗികമാണ്, അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ BLOമാർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു. SIRൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തില്ല. കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കത്ത്. SIR ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണെന്നും MA ബേബി വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തൃശൂർ പൂരം കലക്കൽ. അന്നത്തെ ജില്ലാ കളക്ടറെ ഒന്നാം പ്രതിയാക്കണമെന്ന് VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കലിൽ രാഷ്ട്രീയ വിവാദം വീണ്ടും കൊഴുക്കുന്നു. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് ഉത്തരവാദിത്വം എന്ന് താൻ കരുതുന്നില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. എന്നാൽ ദേവസ്വത്തിലെ ചില ആളുകൾക്ക് പൂരം കലക്കിയതിൽ പങ്കുണ്ടെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി. അതേസമയം CPM BJP ഒത്തുകളിയുടെ ഭാഗമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടജറ്റ് ആരോപിച്ചു. തൃശൂർ പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിനാണ് ഉത്തരവാദിത്തമെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളുകയാണ്
തൃശൂരിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. തിരുവമ്പാടി ദേവസ്വം ബോർഡ് പൂരം കലക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എന്നാൽ ബോർഡിലെ ചില ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പൂരം അലങ്കോലപ്പെടുത്തിയെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു. റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ പ്രാഥമിക അനുമതി കേന്ദ്ര സർക്കാരിന് കത്തയച്ച് മുഖ്യമന്ത്രി. റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ പ്രാഥമിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി കത്തയച്ചു. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഫണ്ടിനും കേന്ദ്ര സർക്കാരുമായുള്ള തുടർ ചർച്ചകൾക്കുമാണ് മുഖ്യമന്ത്രി കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് കത്തയച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സിൽവർ ലൈനിന് പകരം RRTS അഥവാ റാപ്പിഡ് റെയിൽ നടപ്പാക്കുവാൻ തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ ബജറ്റിലും പ്രഖ്യാപനമുണ്ടായി. ഡൽഹി മീററ്റ് പാതയുടെ മാതൃകയിലാണ് കേരളം റാപ്പിഡ് റെയിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.